നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി യുദ്ധത്തെ സജീവമായി നിലനിർത്തിയത് അമേരിക്കയാണെന്നറിയാമല്ലോ. ഗാസയിലെ പിഞ്ചുകുട്ടികളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത യുദ്ധ കൊതിയന്മാരായ ഇസ്രയേലിന് സ്തുതിഗീതം പാടിയ അമേരിക്ക സ്വന്തം കുഴി തോണ്ടുകയായിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും പോയി ഇടപെട്ട് സർവനാശം ഇരന്നു വാങ്ങുന്ന അമേരിക്കയെ കണ്ട് ചിരിയടക്കാൻ പാടുപെടുകയാണ് ഇറാൻ അടക്കം പല രാജ്യങ്ങളും. ലോക പോലീസ് എന്ന ധാരണയിൽ പലതും ചെയ്ത് പല രാജ്യങ്ങളെയും മുച്ചോട് മുടിച്ച ചരിത്രമുള്ള US-നെ സംബന്ധിച്ച് ഫലസ്തീനും ഉക്രൈനും ഒന്നുമല്ല. എന്നാൽ US അറിഞ്ഞതേയില്ല യഥാർത്ഥ ശത്രു ആവനാഴിയിൽ അസ്ത്രങ്ങൾ നിറയ്ക്കുന്ന തിരക്കിലാണെന്ന്. റഷ്യയും ഉത്തര കൊറിയയും കൈപിടിച്ച് യുദ്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ചങ്കിടിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഉക്രൈനെതിരെയാണ് റഷ്യ മിസൈൽ പ്രയോഗം നടത്തുന്നത് എങ്കിൽ പോലും ആ മിസൈലുകൾ ചെന്നെത്തുന്നത് അമേരിക്കയുടെ അഹങ്കാരത്തിന് മുകളിൽ തന്നെയാണ്. ഇസ്രയേൽ ഗാസ ആക്രമിച്ചതും ലെബനിൽ പേജർ സ്ഫോടനം നടത്തിയതും ഇറാനിൽ കയറി ഹമാസ് മേധാവിയെ വധിച്ചതുമൊക്കെ അമേരിക്കയുടെ അറിവോടെയും പൂർണ്ണ പിന്തുണയോടും തന്നെയാണ്. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും ഭീതി പടർത്തിക്കൊണ്ട് വളരുന്ന രണ്ട് യുദ്ധങ്ങൾക്കും ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അമേരിക്ക ലോക സമാധാനത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നമുക്ക് ചിരിയല്ലാതെ എന്താണല്ലേ വരിക? അമേരിക്ക ആയുധം സപ്ലൈ ചെയ്യുന്നത് നിർത്തിയാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും ഉക്രൈനും ഇസ്രയേലിനും പിൻവാങ്ങേണ്ടതായി വരും. എന്നാൽ അത് ചെയ്യാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത വിഭാഗമാണ് ഈ അമേരിക്ക. ജോ ബൈഡൻ ഭരണത്തിന് ഈ രണ്ട് യുദ്ധങ്ങളിലുമുള്ള നിർണായക പങ്ക് ലോകത്തിന് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ട്രംപ് അധികാരത്തിലെത്തുകയും യുദ്ധം അവസാനിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മാസങ്ങളായി ഉക്രൈന് പ്രയോഗിക്കാൻ അനുമതി നൽകാതിരുന്ന ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ജോ ബൈഡൻ അനുമതി നൽകിയിരിക്കുന്നത്. അത് ചില്ലറ പ്രഹരമൊന്നുമല്ല റഷ്യയെ ഏൽപ്പിച്ചത്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെ ചേർത്ത് റഷ്യക്കെതിരെ പടയൊരുക്കം സൃഷ്ടിച്ച അമേരിക്കയുടെ കാഞ്ഞ ബുദ്ധിയാണ് പുടിനെ ഉക്രൈൻ അധിനിവേശത്തിന് നിർബന്ധിതനാക്കിയത് തന്നെ. അമേരിക്കയുടെ അനുമതി ലഭിച്ചതോടെ യുദ്ധക്കളത്തിൽ ഉക്രൈനുണ്ടായ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും ഇത്തരം അനുമതി നൽകുകയും ഉക്രൈനിൽ അത് പ്രയോഗിക്കുകയും ചെയ്തതോടെയാണ് റഷ്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുന്നത്. റഷ്യയുടെ മറുപടി താങ്ങാൻ മാത്രം ശക്തി അമേരിക്കയ്ക്കും അമേരിക്ക ചെലവും കൊടുത്തു തീറ്റിപ്പോറ്റുന്ന നാറ്റോ സഖ്യകക്ഷികൾക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ അഹങ്കാരത്തിനിട്ടായിരുന്നു റഷ്യയുടെ ആദ്യത്തെ അടി. ആണവായുധം വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ മിസൈലിൽ ഇത്തവണ ആണവായുധം ഉപയോഗിച്ചിട്ടില്ലെന്നും അടുത്ത ഘട്ടത്തിൽ അതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് ഇത്തരമൊരു തിരിച്ചടിയിലൂടെ റഷ്യ ഇപ്പോൾ ലോകത്തിന് മുൻപ് നൽകിയിട്ടുള്ളത്. ആണവായുധ നയം പോലും മാറ്റിയെഴുതിയ റഷ്യ എന്തിനും തയ്യാറാണെന്ന പ്രഖ്യാപനം നടത്തിയാണ് പ്രത്യക്ഷത്തിൽ ഉക്രൈനെയും പരോക്ഷമായി അമേരിക്കയെയും വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒടുവിൽ എംബസി അടച്ച് അമേരിക്കയ്ക്ക് വണ്ടി പിടിക്കേണ്ട സാഹചര്യം പോലും ലോക പോലീസിനുണ്ടായി. പുടിൻ ചുമ്മാ പറയുന്നതല്ല, പറയുന്നത് ചെയ്യുമെന്ന കൃത്യമായ ബോധ്യമുള്ളതിനാലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഇപ്പോൾ ഭയന്നിരിക്കുന്നത്. ഇപ്പോൾ റഷ്യ പ്രയോഗിച്ച സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ ഉക്രൈന്റെ തന്ത്രപ്രധാന സൈനിക മേഖല ചാമ്പലായിരിക്കുകയാണ്. അനവധി സൈനികർ മാത്രമല്ല, നാറ്റോ സഖ്യകക്ഷികൾ നൽകിയ ആയുധ ശേഖരങ്ങളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കയുടെ എന്നല്ല, ലോകത്തെ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിന് റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന് തടയാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ പ്രയോഗിച്ച മിസൈൽ ഇതാദ്യമായാണ് റഷ്യ പ്രയോഗിക്കുന്നത് എന്നതും ലോകരാജ്യങ്ങളെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ലോകത്തു നിന്നും, പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളിൽ നിന്നും പോലും റഷ്യക്കെതിരെ ഒരു പ്രതികരണവും വരാത്തത് ഉക്രൈനെ മാത്രമല്ല അമേരിക്കയെയും വല്ലാതെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രതികരണത്തിൽ തന്നെ ആ നിരാശ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. റഷ്യയുടെ പരീക്ഷണാത്മക ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം യുദ്ധത്തിൽ വ്യക്തവും കഠിനവുമായ വർധനവിന് തുല്യമാണെന്നും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിക്കണമെന്നുമാണ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുടിനാകട്ടെ ഉക്രൈന്റെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതായും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലുണ്ട്. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഉക്രൈനിൽ പാർലമെന്റ് സമ്മേളനവും മാറ്റിവെച്ചിരിക്കുകയാണ്. റഷ്യയുടെ ദീർഘദൂര RS-26 റൂബസ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയാണ് റഷ്യ തൊടുത്തുവിട്ട പുതിയ മിസൈലിന്റെ രൂപകൽപ്പനയെന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. പരമ്പരാഗത വാർഹെഡ് ഉപയോഗിച്ചാണ് മിസൈൽ തൊടുത്തതെന്നാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ റഷ്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരീക്ഷിക്കാൻ കഴിയും. അതായത് വ്യത്യസ്ത തരത്തിലുള്ള പരമ്പരാഗത ആയുധങ്ങളും അതല്ലെങ്കിൽ ആണവ പോർമുനകൾ വഹിക്കാനും പറ്റുന്ന തരത്തിൽ ഇത് പുനഃസ്ഥാപിക്കാമെന്നാണ് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധഭൂമിയിൽ പ്രയോഗിക്കാൻ പോകുന്ന ഏതൊരു ആയുധവും ഉക്രൈന് തികച്ചും ഭീഷണി തന്നെയാണ്.
തീർച്ചയായും റഷ്യയുടെ പുതിയ ആയുധത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അവർ മാധ്യമപ്രവർത്തകരോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭയമാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. റഷ്യയുടെ പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് വളരെ ആശങ്കാജനകമായ വികസനമാണ് എന്നാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റഷ്യയുടെ പുതിയ മിസൈലുകളുടെ വികസനം നാറ്റോ രാജ്യങ്ങളിൽ എന്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങണമെന്നൊക്കെ ആക്രമണശേഷികൾ പിന്തുടരണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാമെന്നാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജി സ്റ്റഡീസിലെ തിമോത്തി റൈറ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വടക്കൻ പോളണ്ടിലെ ഒരു പുതിയ അമേരിക്കൻ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ താവളം ഇതിനകം തന്നെ റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ സമ്മതിച്ചതിനു ശേഷം റഷ്യ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അതായത് IRBM വികസനം പൂർത്തിയാക്കുമെന്ന് പുടിൻ നേരത്തെ സൂചന നൽകിയിരുന്നതായി കാലിഫോർണിയയിലെ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ നോൺ പ്രൊലിഫറേഷൻ വിദഗ്ധൻ ജെഫ്രി ലൂയിസ് പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അമേരിക്കയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് റഷ്യ ഉത്തര കൊറിയ സൗഹൃദവും. ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത രണ്ട് ലോകരാജ്യങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും മൗനം പാലിക്കുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അണിനിരുന്ന ഉത്തര കൊറിയൻ സൈനികരുടെ പ്രാഗൽഭ്യം കുറച്ചൊന്നുമല്ല ഉക്രൈന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചത്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ 10,000-ഓളം സൈനികരെയാണ് ഉത്തര കൊറിയ അയച്ചിരുന്നത്. ഉത്തര കൊറിയയുടെ ഈ സഹായത്തിന് റഷ്യ പ്രതിഫലം നൽകാനും മറന്നില്ല. എന്താണ് പ്രതിഫലം എന്നല്ലേ? പക്ഷികളും മൃഗങ്ങളുമാണ് ആ സമ്മാനം. ആഫ്രിക്കൻ സിംഹങ്ങളും കരടികളും മാൻഡറിൻ ഡക്കുമൊക്കെ ഉൾപ്പെടെ 72 മൃഗങ്ങളെയും പക്ഷികളെയുമാണ് പിന്തുണയുടെ അടയാളമായി ഉത്തര കൊറിയയ്ക്ക് റഷ്യ സമ്മാനിച്ചിരിക്കുന്നത്. ഒരു ആഫ്രിക്കൻ സിംഹം, 2 ബ്രൗൺ കരടികൾ, യാക്കുകൾ, വെള്ള കോക്കറ്റ്, ഫേസന്റുകൾ, മാൻഡറിൻ ഡക്ക് എന്നിവയെയാണ് ഉത്തര കൊറിയയ്ക്ക് റഷ്യ കൈമാറിയിട്ടുള്ളത്. റഷ്യയുടെ പ്രകൃതി വിഭവ വകുപ്പ് മന്ത്രി അലക്സാണ്ടർ കോസ്ലോവാണ് മൃഗങ്ങളുടെ കൈമാറ്റത്തിന് മേൽനോട്ടം വഹിച്ചത്. ഉത്തര കൊറിയയിലെ പ്യോങ്ങോങ് സെൻട്രൽ മൃഗശാലയിലേക്കാണ് പക്ഷികളെയും മൃഗങ്ങളെയും വ്യോമമാർഗം എത്തിച്ചത്. മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഈ കൊല്ലം ആദ്യമായാണ് ഉത്തര കൊറിയയും റഷ്യയും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. ഒരു രാജ്യത്തിന് നേർക്ക് അധിനിവേശം ഉണ്ടാകുന്ന പക്ഷം മറ്റേ രാജ്യം ഉടൻ സൈനിക സഹായം ഉറപ്പാക്കുന്നതാണ് ഇവരുടെ കരാർ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് അതിശക്തമായ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ വലിയ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. നേരത്തെ ഉത്തര കൊറിയൻ പരമാധികാരിയായ കിം ജോങ് ഉന്നിന്റെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 24 കുതിരകളെ സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. കുതിരകളോടുള്ള കിമ്മിന്റെ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു ഇത്. ഇതിന് പകരമായി പുടിന് 2 നായ്ക്കളെയാണ് ഉത്തര കൊറിയ സമ്മാനിച്ചത്. മൃഗങ്ങൾ മാത്രമല്ലട്ടോ റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൽകുന്ന സമ്മാനം. ആഗോള മാർക്കറ്റിൽ ഉപരോധം ഏർപ്പെടുത്തി ഉത്തര കൊറിയയെ ശ്വാസം മുട്ടിക്കുന്ന എണ്ണ പ്രതിസന്ധിക്കും പരിഹാരമായിട്ടാണ് റഷ്യ എത്തിയത്. ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വാങ്ങാൻ അനുവാദമില്ലാത്ത ലോകത്തെ ഏക രാജ്യമാണ് ഉത്തര കൊറിയ. ശുദ്ധീകരിച്ച പെട്രോളിയം വാങ്ങുന്നതിൻ്റെ അളവ് 5 ലക്ഷം ബാരലായി ഐക്യരാഷ്ട്രസഭ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ സാമ്പത്തിക ഘടനയിൽ എണ്ണയ്ക്കുള്ള കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്തെ ഭൂപ്രദേശപരമായും സാമ്പത്തികപരമായും ഏറെ പിന്നിലേക്ക് നിർത്തുന്നുണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. UN നിശ്ചയിച്ച പരിധിയിലധികമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരമെങ്കിൽ ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ലംഘിക്കുന്നതായി കണക്കാക്കപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിലും ബാരൽ കണക്കിന് എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് എത്തപ്പെടുന്നത് എന്ന് കാണിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഉത്തര കൊറിയയുമായുള്ള എണ്ണ വ്യാപാരം സംബന്ധിച്ച് റഷ്യ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റഷ്യയുടെ ഉത്തര കൊറിയയുമായുള്ള ഇപ്പോഴത്തെ സഹകരണം വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുന്നുവെന്ന് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നുമുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ഇതൊരു ദുർവിധി തന്നെയാണ്. ഇറാൻ അടക്കം എല്ലാ രാജ്യങ്ങളെയും കശക്കിയെറിയുന്ന, എല്ലാ രാജ്യങ്ങളിലും ലോക പോലീസ് ചമഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ബുദ്ധിക്ക് നല്ല പണി കൊടുക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയും വിശകലനമായി വീണ്ടും എത്താം. നന്ദി.